മറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ തീവ്രതയെക്കുറിച്ചും എൻ്റെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും അവരുടെ വിശ്വസ്തതയെക്കുറിച്ചും പറഞ്ഞ് മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളെ ദൈവമാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആ രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്യം വേറെ ഉണ്ട് ബൈബിളിലെ, നല്ലൊരു വാക്യമാണ്. അതിനകത്ത് ഒരു 4-5 പോയിന്റ്സ് ഉണ്ട്. അത് ഈ തരണത്തിൽ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോഴേ അതുകൂടെ പറയുകയാണ്. സഭാപ്രസംഗി 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. എക്ലീസിയാസ്റ്റസ് 4:9-12 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്, ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായതുകൊണ്ട് അവൻ അയ്യോ കഷ്ടം. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം, 30 ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഇത് മാരേജുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. പലപ്പോഴും നിങ്ങളതിൻ്റെ മെസ്സേജ് കേട്ടുണ്ടാവും. നമ്മളതിനെ പറഞ്ഞു, പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്, ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാര്യം ആണ് അവിടെ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളത് സംസാരിച്ചതാണ്. പാർട്ട്ണർഷിപ്പ് ഇൻ ദ മാരേജ് ഒരു തക്ക തുണയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ പ്രതിഫലം കിട്ടും. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. ഒരു ആള് ഒറ്റയ്ക്ക് പൊക്കാതെ ഒരു വെയിറ്റ് 2 പേര് ചേർന്ന് പൊക്കുമ്പോൾ, ഒരുമിച്ച് പൊക്കുമ്പോൾ അവിടെ ഒരു അന്യോന്യം ഹെൽപ്പാണ്. ഹെൽപ്പ് മെയ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അന്യോന്യം ഒരു സഹായം. നമ്മൾ ഈ കഴിഞ്ഞ ഇപ്പോഴല്ല, ഒരു 1980-കൾ 90-കളിലൊക്കെ കൂടുതലും ഭാര്യ ഭർത്താക്കന്മാർ 2 പേരും ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, എന്നാലും ആ സമയങ്ങളിൽ അത് കുറച്ച് കൂടുതലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. കാരണം എന്താണ്? ഒരാളുടെ വരുമാനം കൊണ്ട് തന്നെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. അവിടെ വേറെ ചില കോംപ്രമൈസസ് ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ നമ്മളെ മാരേജിലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. പല കാര്യങ്ങളും പല മടങ്ങ് നടത്തിയെടുക്കാനായിട്ട് എസെൻഷ്യൽ ഹെൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് അവർ തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു എന്ന് കാണും. അതിനോട് ചേർന്ന് തന്നെ കിടക്കുന്നതാണ് വീണാൽ എഴുന്നേൽപ്പിക്കും, വീണാൽ മറ്റവനെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ഭർത്താവിനൊരു കംഫർട്ട് കൊടുക്കുക. ഇതെല്ലാം തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഭർത്താവിനൊരു കംഫർട്ട് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് ഓഫീസിൽ നിന്ന് വരികയാണ്. ഓഫീസിലെ പ്രഷറും അല്ലെങ്കിൽ ബോസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞ് ഫയർ ചെയ്ത് വിട്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ പറയുകയാണ്, ഭാര്യയോട് ഇത് പറഞ്ഞപ്പം ഭാര്യ പറയുക, നിങ്ങളെ ആരാ ചീത്ത വിളിക്കാത്ത? നിങ്ങൾക്കൊരു ബുദ്ധിയുമില്ല, നിങ്ങൾക്ക് അങ്ങനെയാണോ പറയാൻ പറ്റുന്നത്? നിങ്ങളെ ചീത്ത വിളിക്കാത്ത ആരുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു എസെൻഷ്യൽ കംഫർട്ട് കിട്ടുന്നില്ല. ഒരു കംഫർട്ട് വേണമെങ്കിൽ ആ ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. ഒരു ഭവനത്തിലേക്ക് കയറി വരുമ്പോഴേ ഭാര്യമാര്, നമ്മൾ ഈ സിനിമയിലൊക്കെ പണ്ട് പറഞ്ഞൊരു കാപ്പിയുമായിട്ട് വന്ന് കഥ തുറക്കുന്ന അങ്ങനെയുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ഒരു സപ്പോർട്ട്, ഒരു കംഫർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഭാര്യയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഭാര്യമാർ വരുന്നത് രാത്രി 9 മണിക്കാണ്, ഭർത്താക്കന്മാരായിരിക്കും ചിലപ്പോൾ നേരത്തെ വരുന്നത്. അത് വേറെ വിഷയം. എന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോഴേ, അങ്ങനെ ഒരു പ്രയാസത്തിൽ വരുമ്പോഴേ അങ്ങോട്ട് റിറ്റാലിയേറ്റ് ചെയ്യാതെ ഒരു സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ തന്നെ ഭർത്താവിൻ്റെ ചില വീക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഭാര്യ പറയേണ്ടത്,
എനിക്കറിയാമല്ലോ, നിങ്ങൾ എല്ലാം നല്ലതായി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിലും അയാൾ അങ്ങനെയാണ്, ബോസ്, ഭർത്താവിൻ്റെ ബോസ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ ഭാര്യ ഭർത്താവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തിരിച്ചു ഭർത്താവും അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഭാര്യ ചിലപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ ലേറ്റായിട്ടൊക്കെ വരികയോ അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് പ്രഷർ കൊണ്ട് തീർത്ത് താമസിച്ചൊക്കെ വരിക ചെയ്യുമ്പോഴത്തേക്ക് ഭാര്യയുടെ മേളിൽ ഗുസ്തി കയറി കൊണ്ട് അത് ഭയങ്കര ഒരു അന്ന് രാത്രിയിൽ ആരും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയും അത് പിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുകയും അൺഫോർഗീവ്നെസ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കംഫർട്ടല്ല ഇവിടെ പറയുന്നത്. ഇതൊന്നും തന്നെ ഈ പറഞ്ഞ പോലെ 2000 വർഷത്തിന് മുമ്പും ഈ ബൈബിള് എഴുതപ്പെട്ട സമയത്തൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നിരിക്കാം, മേ ബി, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് വേണ്ടതായിട്ടുള്ള കംഫർട്ട്, വീണാൽ ഒരുവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അവനയ്യോ കഷ്ടം. ഒരു എസെൻഷ്യലായിട്ടൊരു കംഫർട്ട് ഭർത്താവിന് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ താഴെ 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തനായാലോ എങ്ങനെ കുളിർ മാറുകയില്ല. ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ളൊരു ഒൺനെസ്, വാംത്ത്, അത് ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കുളിർ മാറുക എങ്ങനെ പറയുന്നത്, കുടുംബജീവിതത്തിലെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോവാതെ ഇരിക്കുന്ന അവസ്ഥ എന്നുവെച്ചാൽ പുതപ്പിട്ട് പുതയ്ക്കുന്ന ഒരു അനുഭവം, ദൈവികമായിട്ടുള്ള വലിയ പുതപ്പിന്റെ കീഴിലായിരിക്കുന്ന അനുഭവം, അതാണ് വാംനെസ് പറയുന്നത്. മീഖ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, രാത്രിയിൽ കിടക്കമേൽ ദോഷം വിചാരിക്കുന്നു, നിങ്ങൾ നിർഭയരായ സ്ത്രീകളെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് ഇറക്കി വിടുന്നു, അവരുടെ പുതപ്പ് വലിച്ചു മാറ്റുന്നു. പുതപ്പ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി പോലെ ഉള്ളൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ ഒരു കവറിങ് ഉള്ള ഒരു രീതിയിൽ, അതായത് എസെൻഷ്യലായിട്ടൊരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ്, അത് മനോഹരമായിട്ടുള്ളൊരു കുടുംബജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും വീട്ടിലോട്ട് കയറി ചെല്ലാനെന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും പേടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. കുഞ്ഞുങ്ങൾക്ക് അപ്പനെ പേടി, ഭർത്താവിന് ഭാര്യയെ പേടി, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടി, അങ്ങനെയുള്ളതല്ല. ഒരു സ്നേഹത്തിൻ്റെ ഐക്യത്തിലെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു കാര്യമാണ് അത് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് സഭാപ്രസംഗി 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പാർട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹെൽപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ആശ്വാസം, കംഫർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫെലോഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ കുളിർ മാറുന്നു, പുതപ്പിട്ട് പുതയ്ക്കുന്ന അനുഭവം, അത് ഒരു ഊഷ്മളതയുള്ള കുടുംബജീവിതം ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം എന്ന് പറഞ്ഞാൽ ആക്രമണം ഒരു എസെൻഷ്യൽ സ്ട്രെങ്ത് ആണ് അവിടെ കാണുന്നത്. ഒരാൾക്ക് പാളിച്ച പറ്റിയാൽ മറ്റേയാൾ സഹായിക്കുക, ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ മറ്റേയാൾ കുറവ് നികത്തുക. ഈ മാരേജിനകത്ത് വലിയൊരു പ്രിൻസിപ്പിൾ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. മാരേജിൻ്റെ പറയുന്ന കാര്യം സമയത്ത് ഞാനത് പറയാം, എന്നാലും ഇപ്പോൾ ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞു പോവാം. എപ്പോഴും മാരേജിൽ ലൈക്ക് ആയിട്ടുള്ള ആളുകളല്ല കല്യാണം കഴിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം എനിക്കൊരു കുറവുണ്ടെങ്കിൽ അതെൻ്റെ ഭാര്യയിൽ നിന്ന് കോംപ്ലിമെൻ്റ് ആയി വരിക. അതിൽ ഭർത്താവിനൊരു കഴിവുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ആ കഴിവല്ല വേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഭർത്താവിന് അങ്ങനെ ഉണ്ടായതിന് കുഴപ്പമില്ലായിരിക്കാം, എന്നാൽ ഭർത്താവിനൊരു കഴിവുണ്ടെങ്കിൽ അതേ കഴിവ് തന്നെ ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ഭർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഭയങ്കര ഫാസ്റ്റ് ആണെങ്കിൽ ഭാര്യ കഴിവതും സോഫ്റ്റായി അല്ലെങ്കിൽ താമസിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഭർത്താവിനെ പല കാര്യങ്ങളും ദൈവം അതിൽ കൂടെ പഠിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരാൾ 2 പേരും സ്ലോ ആയിപ്പോൾ എന്ത് ചെയ്യും? വലിയ പ്രയാസമല്ലേ? അതുകൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന കുറവിനെ വേറൊരാൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം അതുപോലെ ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം ഭാര്യയ്ക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ ഭർത്താവിന് പാടാൻ കഴിവുള്ളത് തെറ്റൊന്നുമില്ല, അതിനകത്ത് തെറ്റൊന്നുമില്ല, നല്ലതാണ്, അതിനകത്ത് കുഴപ്പമില്ല. എന്നാലേ ഞാൻ പറയുന്ന ഭർത്താവിനൊരു കുറവുണ്ടെങ്കിൽ ആ കുറവ് ഭാര്യയിൽ കൂടി കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ അവിടെയാണ് ആ ഫാമിലി ലൈഫിലുള്ള പെർഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നത് എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് എസെൻഷ്യൽ സ്ട്രെങ്ത് ഏറ്റവും ആവശ്യമാണ്. വീണ്ടും താഴെ എഴുതിയിരിക്കുന്ന എന്താണ്, മുപ്പിരി
ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പിരി ചരട് എന്ന് പറഞ്ഞാൽ 3 പിരി, 3 പിടി എന്നൊക്കെ പറയത്തില്ലേ? പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായി പിള്ളേർ തലമുടി പിന്നുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകത്തില്ല. 3 പിണി ഇട്ടിട്ടാണ് അത് പിന്നുന്നത്. 2 ഇട്ട് പിന്നിയാൽ അത് ഉറച്ചു നിൽക്കത്തില്ല. പക്ഷെ ഇന്നിപ്പോൾ എന്തോ മെഷീൻ വെച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കയിലൊക്കെ ഉള്ള അവരുടെ ഇടയിൽ ഇങ്ങനെ ചെറിയ 1-2 എടുത്തിട്ട് പിരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് മുപ്പിരി ചരട് ഒരിക്കലും പെട്ടെന്ന് അത് പറയാം. അതെന്താണത്? മുപ്പിരി ചരട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മാരേജിന്റെ പ്രിൻസിപ്പിളിനകത്ത് ഉള്ളതാണ്. 1 ഭാര്യ, ഭർത്താവ്, 3 ദൈവം. ദൈവത്തെയും കൂടി ചേർത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മുപ്പിരി ചരട് എന്ന് പറഞ്ഞു. അതായത് ഇത് പറയാനുള്ള നമ്മുടെ പാർട്ട്ണർഷിപ്പ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം. ഈ വാക്യം പല സ്ഥലങ്ങളിലും നമ്മൾ വീണ്ടും റെഫർ ചെയ്യുന്നുണ്ട്. ഈ എക്ലീസിയാസ്റ്റിൽ നിന്നുള്ള, സഭാപ്രസംഗിൽ നിന്നുള്ള 4-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പല സ്ഥലത്തും നമ്മൾ വീണ്ടും റെഫർ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ദൈവം ആണ് കൂട്ടി യോജിപ്പിക്കുന്നത് ഈ പാർട്ണർഷിപ്പ്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവം ഇതിനകത്ത് നമ്മൾ അറിയാത്ത ഒരു സൈലന്റ് ആയിട്ടൊരു വിറ്റ്നസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കവനന്റായിട്ട് ദൈവം ഇത് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡൈവേഴ്സിനെ ഒരിക്കലും പെർമിറ്റ് ചെയ്യാത്തത്. ആ ഡൈവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. മാരേജിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടുള്ളൊരു പാർട്ണർഷിപ്പാണ്. അത് ഈ എഫക്റ്റീവ് പാർട്ണർഷിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതുവരെ ഞാൻ സംസാരിച്ചത്. എന്താണ് അത് പറഞ്ഞ എഫക്റ്റീവ് പാർട്ണർഷിപ്പിനകത്ത് ഉണ്ടായിരുന്നത്? എഫക്റ്റീവ് പാർട്ണർഷിപ്പിൽ ഉണ്ടായിരുന്ന എസെൻഷ്യൽ ഹെൽപ്പ് ഉണ്ടായിരുന്നു, കംഫർട്ട് ഉണ്ടായിരുന്നു, ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗോഡ് സെൻറ്റേർഡ്നെസ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മാരേജിനകത്ത് ഉള്ളതാണ്. നമ്മൾ മറന്നുപോയത്. ഇനിയും നമ്മൾ തുടർന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ച എനിക്ക് തോന്നുന്നു എൻ്റെ സമയം ഇവിടെ എൻഡ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരേ ഒരു കാര്യം, ഈ സഭാപ്രസംഗി 4-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളിൽ നിന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാർട്ണർഷിപ്പ് സ്ട്രോങ് ആയിരിക്കണം. അതിനകത്തൊരു വിള്ളൽ വരാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. കാരണം പിശാച് പലപ്പോഴും ഈ വിള്ളൽ കൊണ്ടുവരാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്റ്റോറിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാം. ഒരിക്കലൊരു ദൈവദാസന് ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യപ്പം അദ്ദേഹം ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് അവിടെ ഫ്ലൈറ്റിലെ ഭക്ഷണമൊന്നും അദ്ദേഹം വാങ്ങിച്ചില്ല. അന്നേരം അടുത്തിരുന്ന ഒരു പാസഞ്ചറും അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ആയിരുന്നു. അയാളും ഭക്ഷണം എടുത്തില്ല. ഞാൻ കേട്ട ഒരു ഇൻസിഡൻ്റ് ആണ്. ഈ ദേവദാസൻ എന്നോട് പറഞ്ഞ ആൾ മരിച്ചുപോയി, ഇപ്പം ഈ ലോകത്തിലില്ലതാണ്. അപ്പോഴേ ഈ മനുഷ്യന് ഫാസ്റ്റ് ചെയ്ത് ഇരിക്കുക, മറ്റേയാളും ഫാസ്റ്റിംഗ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഫാസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്: ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത്, ഇന്ന് സ്പെസിഫിക്കായിട്ട് ഫാസ്റ്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ഫാമിലീസിൻ്റെ ബ്രേക്ക് ഡൗണിന് വേണ്ടിയാണ്. അവൻ സാത്താന്യ സഭയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അവർ ലോകം മുഴുവൻ ആൾക്കാർ ഫാസ്റ്റ് ചെയ്യാണ്. ക്രിസ്ത്യൻ കുടുംബങ്ങൾ ബ്രേക്ക് ഡൗൺ ആവണം. നേരത്തെ പറഞ്ഞില്ലേ, ക്രിസ്ത്യൻ ഫാമിലീസിൻ്റെ ആ പാർട്ട്ണർഷിപ്പ് ഏത് രീതിയിൽ തകർക്കാനായിട്ട് പിശാച് നോക്കിക്കൊണ്ടിരിക്കുക. അതാണിന്ന് ഡൈവേഴ്സ്, അതിൻ്റെ സെൻസസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. ഡൈവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പറയാം. ഈ ഒരുപാട് ഫാമിലീസ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക ക്രിസ്തീയ സമൂഹത്തിൽ. കാരണം എന്താണ്? എഫക്റ്റീവായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നഷ്ടപ്പെട്ടു. അതിനകത്തുള്ള കണ്ടന്റുകൾ ഞാൻ പറഞ്ഞായിരുന്നു. അന്യോന്യം സഹായിക്കുന്ന കാര്യം, ഒരാൾ വീണാൽ എഴുന്നേൽക്കുക, അന്യോന്യം കംഫർട്ട് ചെയ്യുന്ന കാര്യം, അന്യോന്യമുള്ള കൂട്ടായ്മ, അന്യോന്യം സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ ഫാമിലിയിലുള്ള ഗോഡ് സെൻറ്റേർഡ്നെസ്, ഇതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിശാചിൻ്റെ മക്കൾ അത് പൊളിക്കാനായിട്ട് നോക്കുക. കാരണം കമ്മ്യൂണിറ്റീസ്, ഫാമിലീസ് നശിച്ചാലേ കമ്മ്യൂണിറ്റി നശിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ജാഗ്രതയോടുകൂടി ക്രിസ്തീയ കുടുംബങ്ങളെ ജീവിക്കേണ്ട ഏറ്റവും ആവശ്യമാകുന്നു. അതുകൊണ്ട് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ്, നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, നമ്മുടെ കുടുംബങ്ങൾ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് നമ്മളെ
വിളിച്ചിരിക്കുന്നത് നമ്മൾ മറന്നുപോകരുത്. സോ അവർ പാർട്ണർഷിപ്പ് ഷുഡ് ബി സ്ട്രോങ് ഇൻ ലവ് വിത്ത് ക്രൈസ്റ്റ്. കർത്താവുമായി ചേർന്ന് ആ പാർട്ണർഷിപ്പ് ഏറ്റവും ദൃഢമുള്ളതായിരിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം ഏറ്റവും ദൃഢമായ പാർട്ണർഷിപ്പ് ആകുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഓരോ കുടുംബങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിലെ ദൈവത്തിൻ്റെ വലിയ മഹത്വം, ദൈവത്തിൻ്റെ വലിയ പ്രസൻസ് കാണുവാനായിട്ടാണ്. അങ്ങനെയാണല്ലോ നീ കുടുംബങ്ങളെ ഉണ്ടാക്കി വെച്ചത്. അതിനുവേണ്ടിയുള്ള ചിന്തകൾ നീ ഞങ്ങൾക്ക് നിന്റെ വചനത്തിൽ കൂടി തന്നിട്ടുണ്ടല്ലോ കർത്താവെ. കർത്താവെ, ഒരിക്കലും മുപ്പിരിച്ചരട് അറ്റുപോവുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളിലെ, ഞങ്ങളുടെ ആത്മാക്കളിലെ കർത്താവെ, ഞങ്ങളുടെ ആ പാർട്ണർഷിപ്പിലെ ഇൻവോൾവ് ചെയ്യുന്നതിനാൽ അതൊരിക്കലും അറ്റുപോകുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ സ്വരച്ചേർച്ചയിലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെയുള്ള പ്രയാസങ്ങളെ, വിള്ളലുകളെ ഉള്ള ചില കുടുംബങ്ങളെ ഇത് ശ്രദ്ധിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വലിയ ട്രയാങ്കിളിലെ പിതാവ്, മാതാവ്, കുഞ്ഞുങ്ങൾ എന്നുള്ള വലിയ ട്രയാങ്കിളിലെ അവരെ കർത്താവെ ജീവിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കർത്താവെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് അതൊക്കെ ചർച്ച ചെയ്ത് കർത്താവെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ള കൃപ ഈ ദിവസങ്ങളിൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത്. കാരണം അത് അടുത്ത എപ്പിസോഡുകൾ എടുക്കുമ്പോഴത് ശ്രദ്ധേയമാവും. പ്രത്യേകിച്ചും വാട്സാപ്പ് നമ്പറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വിളിക്കുകയോ പ്രയർ റിക്വസ്റ്റുകൾ അറിയിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.